Good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതരത്തിലുള്ള മോർച്ചറികളെ പഠിച്ചേ അല്ലെ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? വെയിറ്റിംഗ് മോർച്ചറി ഉണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പ്രൈവറ്റ് മോർച്ചറി ഉണ്ട് അല്ലെ? വെയിറ്റിംഗ് മോർച്ചറി എന്ത് പർപ്പസിന് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ? എല്ലാവരും റീഡ് ചെയ്തോ? കുറച്ചെടുത്തോളൂ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ. വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയാ വെച്ചാൽ മരിച്ച വ്യക്തികൾ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നത് വരെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പണ്ട് കാലത്തെ ആളുകള് അവർക്ക് പേടിയുണ്ടായിരുന്നു, അവരെ ജീവനോടുകൂടി അവരെ വെറുതെ കുഴിച്ചിടും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ബോഡി നമ്മളിങ്ങനെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട് അവിടെ അറ്റൻഡന്റുമാര് അവര് എന്തെങ്കിലും ജീവന്റെ അടയാളം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമ്മളൊരു ഭാഗികമായി നമ്മൾ കുറച്ച് അത് ജീർണിക്കാൻ തുടങ്ങുന്നത് വരെ അത് അവിടെ വെക്കും. അതിനുശേഷമാണ് സംസ്കരിക്കുന്നത്. അങ്ങനെ ആ ഒരു പർപ്പസ് ആണ് അവിടെ. മരിച്ച വ്യക്തി യഥാർത്ഥത്തിന് മരണം സ്ഥിരീകരിക്കുന്നത് വരെ ബോഡി സൂക്ഷിക്കുന്നത് വേണ്ടിയാണ് വെയിറ്റിംഗ് മോർച്ചറി ഉള്ളത്. പിന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയെ പറഞ്ഞത്. ഹോസ്പിറ്റൽ മോർച്ചറി എവിടെയാണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളില്, അല്ലെങ്കിൽ കെയർ സെന്റർ, ഹോസ്പിസ് ഓർ റിട്ടയർമെന്റ് ഹോം, ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഏത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സൺ എന്താ പറയാ? അദ്ദേഹത്തെ പറയുന്ന പേരെന്താ? മോർട്ടീഷ്യൻ. ഓക്കെ, വെരി ഗുഡ്. ചോദിക്കാറുണ്ട് കേട്ടോ. മോർട്ടീഷ്യൻ ഓർ മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ എന്ന് പറയാം അദ്ദേഹത്തെ. പിന്നെ അതിനകത്ത് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് മോർച്ചറിയാണ്. അങ്ങനെയാ പ്രൈവറ്റ് സ്ട്രക്ചർ, പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതാണ്. അതായത് ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറീസ്. അപ്പൊ അവര് പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതാണ്. അപ്പൊ സംസ്കാരമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ബോഡീസ് അവിടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ രണ്ട് പർപ്പസ് ഉണ്ട് അവിടെ. വീടുകളിലൊക്കെ ഡെത്ത് സംഭവിച്ചിട്ട് ഒക്കെ നമ്മളപ്പോ എന്താ പറയാ രണ്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ അവര് ഫ്യൂണറൽ കാര്യങ്ങളും അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ അതിനൊപ്പം തന്നെ പ്രൈവറ്റ് മോർച്ചറി സർവീസും കൊടുക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും അത് വരുന്നുണ്ട്. ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറികൾ. ഓക്കെ, ഫ്യൂണറൽ ഹോംസിന്റെ ഒരു എക്സ്റ്റേണൽ സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഓക്കെ, അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഇനി ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയാം. ഫ്യൂണറൽ ഹോമോ ഫ്യൂണറൽ പാർലർ. ഇനി നെക്സ്റ്റ് ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. നമ്മൾ ഈ മോർച്ചറി എൻവയോൺമെന്റ്, ആ ഒരു അന്തരീക്ഷം നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? Okay, the mortuary occupancy register is updated precisely. Precisely എന്ന് പറഞ്ഞാൽ കൃത്യമായും, കറക്റ്റ് ആയിട്ട്, precisely കൃത്യമായും. The mortuary occupancy register is updated precisely. എന്താ mortuary occupancy register എന്ന് പറഞ്ഞാൽ? അപ്പൊ അവിടെ ആ മോർച്ചറിയിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ആളുകളില്ലേ, ഡെത്ത് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഒക്കെ വരുന്നതാണ്. എത്ര പേര് ആ മോർച്ചറിയിൽ ഇപ്പൊ എത്ര ബോഡീസ് സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ അതാണ് മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ. അവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഡെഡ് ബോഡികളുടെ എണ്ണോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ്. കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം, കൃത്യമായിട്ടും, പ്രിസൈസ്ലി. Okay, the mortuary occupants register is updated precisely. ഇനി രണ്ടാമത്തെ നോക്കിയേ. The necessary temperature of the mortuary is observed and sustained. രണ്ടാമത്തെ എന്താ? The necessary temperature. ടെമ്പറേച്ചർ നമ്മൾ ഒരു എന്താ പറയാ മിനിമം ആക്കി നിർത്തണം.
എന്നുവെച്ചാൽ ഒരുപാട് നമുക്ക് ആ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലൊക്കെ കുറച്ച് താഴെ ആയിരിക്കണം. ബോഡീസ് അവിടെ കീപ്പ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ, അതിന് അത്യാവശ്യമായിട്ടുള്ള ബോഡി സൂക്ഷിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അത് ഒബ്സർവ് ചെയ്യണം. അത് സസ്റ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻഡ്, നിലനിർത്തുക എന്നുള്ള മീനിങ് കേട്ടോ. നിലനിർത്തണം, നിലനിർത്തുക, സസ്റ്റെയിൻഡ്, മെയിൻറ്റെയിൻ ചെയ്യണം. ആ ടെമ്പറേച്ചർ, അത് കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇനി cleanliness and tidiness of the mortuary is sustained. Cleanliness എന്ന് പറഞ്ഞാൽ ശുചിത്വം, അവിടെ നീറ്റ് ആയിരിക്കണം. നമ്മള് എന്താ പറയാ, ബോഡിയൊക്കെ സൂക്ഷിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാം ഇതും എന്താ പറയാ, അവിടെ നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ക്ലെൻലിനെസ് ആൻഡ് ടൈഡ്നെസ്. ടൈഡ്നെസ് എന്ന് വെച്ചാൽ വൃത്തി, ശുചിത്വം, വൃത്തി എന്നൊക്കെ ഉള്ളതാണ് ടൈഡ്നെസ്, ടൈഡി, വൃത്തി. അതെല്ലാം മോർച്ചറിയിൽ സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ, നിലനിർത്തണം. ശുചിത്വവും വൃത്തിയും ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നുവെച്ചാൽ ചീത്തയായിട്ടൊന്നും കിടക്കാൻ പാടില്ല, എപ്പോഴും നല്ല നീറ്റായിട്ടൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം അവിടെ നിലനിർത്തണം. Then security of the mortuary is observed and sustained. അടുത്ത് നോക്കിയേ, മോർച്ചറിയുടെ സുരക്ഷ, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി, മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യുകയും ചെയ്യണം, നിലനിർത്തുകയും ചെയ്യണം. എന്തിനാ അങ്ങനെ ചെയ്യണേ? മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യണം എന്ന് പറയാൻ കാര്യം എന്താ? ഇതിപ്പോ നമ്മള് ഫോറൻസിക് ഇതൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ബോഡീസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ആളുകൾ വന്ന് വേണമെങ്കിൽ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാം. എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പോകും. അപ്പൊ അത് നല്ലൊരു സെക്യൂരിറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ സിനിമയിൽ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നുവെച്ചാൽ അനാവശ്യമായിട്ടൊക്കെ അതിന്റെ ഉള്ളിലേക്ക് ആരും കടക്കാതിരിക്കാനും ഒക്കെ ആ ഒരു മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യുകയും അത് നിലനിർത്തുകയും വേണം. ഓക്കെ, ഇങ്ങനെ ഫോറൻസിക് ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ പഠനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൂടി നമുക്ക് അതിന്റെ ആ എവിഡൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ വേറെ ആളുകളൊന്നും അവിടേക്ക് അതിക്രമിച്ച് കയറാതിരിക്കാനോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മോർച്ചറിയുടെ സെക്യൂരിറ്റി നിലനിർത്തണം. ഓക്കെ, ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻഡ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, infection control standards and agendas are strictly sustained all the times. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്, നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളും അജണ്ടാസ്, അജണ്ട എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ, അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിലനിർത്തണം. എല്ലാ സമയത്തും, അറ്റ് ഓൾ ടൈംസ്, എല്ലാ സമയത്തും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന മാനദണ്ഡങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സും നിലനിർത്തണം. എന്നുവെച്ചാൽ പുറത്തേക്കൊന്നും ഇൻഫെക്ഷൻ ഒക്കെ ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എല്ലാം നല്ല നീറ്റായിട്ടൊക്കെ വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ബോഡിയൊക്കെ കീപ്പ് ചെയ്യുമ്പോഴും ഒക്കെ നീറ്റ് ആൻഡ് ടൈഡി അത് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളും പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ സമയത്തും നിലനിർത്തണം. ഓക്കെ, അങ്ങനെ 5 പോയിന്റ് ആണ് അതിനകത്ത് പറയുന്നത്. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്, മോർച്ചറിയുടെ പരിസ്ഥിതി, ഒരു അന്തരീക്ഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫോളോ ചെയ്യണം. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്താ ഫസ്റ്റ് പറഞ്ഞേക്കണേ? മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ മോർച്ചറിയിൽ ആവശ്യമായിട്ടുള്ള നെസസറി ടെമ്പറേച്ചർ, അത്യാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യുകയും അത് നിലനിർത്തുകയും വേണം. ക്ലീൻലിനെസ് ആൻഡ് ടൈഡ്നെസ്, ശുചിത്വവും വൃത്തിയും ഒക്കെ നമ്മൾ നിലനിർത്തണം. മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യുകയും
നിലനിർത്തുകയും വേണം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഉള്ള മാനദണ്ഡങ്ങളും അതുപോലെ പ്രൊസീജിയറുകളും സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ സമയത്തും എന്ത് ചെയ്യണം, നിലനിർത്തണം. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. ഫസ്റ്റത്തേൽ ഇത്രയും ഓർത്താമല്ലോ, മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ, പിന്നെ നെസസറി ടെമ്പറേച്ചർ നിലനിർത്തണം, വൃത്തിയും ശുചിത്വം ഒക്കെ നിലനിർത്തണം, പിന്നെ സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി നിലനിർത്തണം, പിന്നെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡുകളും പ്രൊസീജിയറുകളും നടപടിക്രമങ്ങളും എല്ലാ സമയത്തും നിലനിർത്തണം. ഓക്കെ, ഇനി അടുത്തതാണ് ഓട്ടോപ്സി. ഓട്ടോപ്സി എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്മോർട്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഓട്ടോപ്സി എന്ന്. എന്താണ് ഓട്ടോപ്സി? ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. ഡെത്ത് മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി എക്സാമിൻ ചെയ്ത് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ, ഓട്ടോപ്സി. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെച്ചാൽ മതി. അതിന്റെ നേരെ ഒന്ന് ഒരു ഒറ്റ ലൈനുള്ളൂ, അത് നോട്ട് ചെയ്ത് വെക്കാം. An examination of a body, an examination of a body, an examination of a body after death. An examination of a body after death. ഇതാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ബോഡി ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, വെരി ഗുഡ്. നോക്കിയേ ഇതിനകത്ത് ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്സ് മൃതദേഹം. മൃതദേഹത്തിന് പറയുന്നതാണ് കോപ്സ് എന്ന് പറയുന്നത്. ഈ ഓട്ടോപ്സി മീൻസ് ലിറ്ററലി മീനിങ് ദ സെൽഫ് സ്റ്റഡി ഓഫ് കോപ്സ്. കോപ്സ് എന്ന് വെച്ചാൽ മൃതദേഹം. മൃതദേഹത്തിന്റെ ഒരു സെൽഫ് സ്റ്റഡി, ഒരു പരിശോധനയാണ് അല്ലെ? ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, അത് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒന്നാമത്തെ നമുക്ക് ക്ലിനിക്കലായിട്ട് എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത്, രോഗകാരണം എന്താന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് നമ്മള് എന്താ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ മർഡർ ഒക്കെ ആവുമ്പോഴൊക്കെ നമ്മള് എങ്ങനെയാണ് മരിച്ചതിന്റെ കാരണം ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി, അങ്ങനെ പർപ്പസിന് വേണ്ടിയിട്ടും ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓട്ടോപ്സി മൃതദേഹത്തിന്റെ പരിശോധനയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. കോപ്സ് എന്നുള്ളത് എഴുതി വെക്കുക, മൃതദേഹം. Autopsy meaning self-study of a corpse is carried out for clinical as well as medico-legal purposes. So autopsy എന്തിനൊക്കെയാ ചെയ്യുന്നത്? Carry out. Autopsy is carried out for clinical പരമായിട്ട് ചികിത്സാപരമായിട്ടുള്ള ആവശ്യത്തിനും ആൻഡ് medico-legal purposes. Medico-legal എന്ന് പറഞ്ഞാൽ എന്താ? Something that involve both മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. മെഡിക്കൽ ആയിട്ടുള്ളതും ലീഗൽ ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. രണ്ട് കാര്യങ്ങൾക്ക് ഓട്ടോപ്സി നടത്തുന്നുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, പിന്നെ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ML ഓട്ടോപ്സി ഉണ്ട്. ഓക്കെ, ഇനി രണ്ടും ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓട്ടോപ്സി രണ്ട് തരത്തിലുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ പരമായിട്ടുള്ള ചികിത്സാ സംബന്ധമായിട്ട്, അതായത് രോഗകാരണം ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടി, അതായിരിക്കും ആ ഒരു പർപ്പസ്. ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഓട്ടോപ്സിയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഈ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. രണ്ട് ടൈപ്പ് ഉണ്ട് അത്. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂസ്ലി ടേംഡ് ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി. എന്തുകൊണ്ടാ പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്? ഇത് ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആണ്. ഇത് ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആണ് ഈ ഓട്ടോപ്സി ചെയ്യുന്നത്.
അതുകൊണ്ടാണ് അതിനെ പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിക്കാം, ഏത് ഓട്ടോപ്സിയാണ് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്? ഏതാ? ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി termed as pathological autopsy. Pathological autopsy is carried out to diagnose the disease. എന്തിനാണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ഡിസീസ് എന്താണ്, രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്ത് രോഗമാണെന്ന് നമ്മള് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട്, എന്ത് രോഗമാണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. രോഗകാരണം നമുക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ, ആ മരണത്തിന് കാരണം എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. Which has led to the mortality when antemortem effort have failed. പറഞ്ഞേക്കണേ, ആന്റിമോർട്ടം എഫർട്ട്, മരണത്തിന് മുന്നേ നമുക്ക് എന്താണ്, when antemortem effort have failed, അതായത് ഈ നമ്മൾ മരിക്കുമ്പോഴ് മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗകാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മരണത്തിന് മുന്നേ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്താണ്, മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാലും എന്താണ്, ആ മരണത്തിലേക്ക് നയിക്കുന്ന രോഗകാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതിനാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്കാണ്. which has led to the mortality when antemortem effort have failed. അതായത് മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയമാകുമ്പോൾ, അതായത് ആ മരണത്തിലേക്ക് നയിച്ച ആ രോഗം എന്താണ് എന്ന് കണ്ടെത്തുന്നതിനാണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ചിലപ്പോ ആ മരിക്കുന്നതിന് മുന്നേ കറക്റ്റ് ആയിട്ട് രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ചിലപ്പോ മരിച്ചതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് നമ്മള് എന്താണ് ആ രോഗം എന്ത് രോഗമാണെന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ഓക്കെ, മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിക്കുന്ന രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആരാ അത് ചെയ്യുന്നത്? ഡിസീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മരണത്തിന്റെ കാരണം, അതായത് രോഗമാണ് കേട്ടോ, അത് അങ്ങനെ തന്നെ നോക്കി വെക്കാം. ക്യാരി ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. ക്യാരി ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. അതാണ് ആ പർപ്പസ് അതിന്റെ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഇപ്പൊ പത്തോളജിസ്റ്റ് ആണ് കേട്ടോ അവിടെ ചെയ്യുന്നത്. Autopsies are carried out or performed by the special medical doctor. പത്തോളജിസ്റ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പത്തോളജിക്കൽ ഓട്ടോപ്സി എന്നറിയപ്പെടുന്നു. എന്താണ് രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നോക്കിയേ, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താ, ഉദ്ദേശം എന്താ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്? ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ്. ആ രോഗത്തിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ. വിച്ച് ഹാസ് ലീഡ്സ് ടു ഡെത്ത്. മരണത്തിലേക്ക് നയിച്ച ആ രോഗം അതിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ. ആന്റിമോർട്ടം അറ്റംപ്റ്റ് ഹാവ് ഫെയിൽഡ്. അതാണ് മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും ആ മരണത്തിലേക്ക് നയിച്ച രോഗം അത് ഏത് രോഗമാണ്, അതിന്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യും. അതാണ് ഒന്നാമത്തെ പർപ്പസ്. അപ്പൊ ആ വ്യക്തി മരിക്കുന്നതിന് മുന്നേ ചിലപ്പോ രോഗം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ മരിച്ചതിന് ശേഷം എന്താണെന്ന് കറക്റ്റ് രോഗം അതിന്റെ നേച്ചർ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ആ ഒരു പർപ്പസിന് വേണ്ടി ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ഇനി ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ദ ഡിസീസ്. ടു സ്റ്റഡി ദ പത്തോളജി, രോഗത്തിന്റെ ആ ഒരു പത്തോളജി പഠിക്കാനായിട്ട്, എന്ത് രോഗമാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് നമ്മളത്
എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ ഒരു പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്, ഡെത്തിന് കാരണമായ ഡിസീസിന്റെ പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രിയർ ടു ഡെത്ത്, അതാണ് മരണത്തിന് മുൻപ് ഇനി നമ്മൾ രോഗനിർണയം സ്ഥാപിക്കപ്പെട്ട, മരണത്തിന് മുന്നേ രോഗം മനസ്സിലാക്കിയാൽ പോലും, മരണത്തിന് മുന്നേ നമുക്ക് മനസ്സിലായി രോഗം എന്താന്ന്, എങ്കിൽ പോലും മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, മരണത്തിലേക്ക്, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് മരണത്തിന് മുന്നേ നമുക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട്, എന്ത് രോഗമാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് മരണത്തിലേക്ക് നയിച്ച രോഗകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് മരണത്തിന് മുമ്പ് നമുക്ക് രോഗം എന്താണെന്ന് മനസ്സിലായി സ്ഥാപിക്കപ്പെട്ടെങ്കിലും നമുക്ക് എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പത്തോളജി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ഇനി രണ്ടാമത്തെയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അപ്പൊ ഇത് നമ്മൾ അതിനകത്ത് ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാണ് ചെയ്യണേന്നുള്ളത് നോക്കുക. പത്തോളജിക്കൽ ഓട്ടോപ്സി എന്നാണ് അറിയപ്പെടുന്ന പത്തോളജിസ്റ്റ് ആണ് ചെയ്യണേന്ന് പറഞ്ഞു. ഇത് എന്താണ്, രോഗകാരണം എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിന്റെ പർപ്പസും 2 പോയിന്റ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്തത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഈസ് എക്സിക്യൂട്ടഡ് with the aim of providing answer to the question about the identity, cause of death, time of death, situation of death, etc. is benefiting the law enforcing agency to settle crime. Okay, ഈ ML ഓട്ടോപ്സി എന്തിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക എന്നുള്ള മീനിങ് ആണ്. പെർഫോം, നിർവഹിക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടഡ്. ML autopsy is executed within the aim of providing answer to the question. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നത്, അതാണ് അതിന്റെ എയിം എന്ന് പറഞ്ഞ. ഈ ML ഓട്ടോപ്സി നിർവഹിക്കുന്നതിന്റെ ലക്ഷ്യം, എയിം എന്താണ്, നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഏതാണ്? ഐഡന്റിറ്റി, മരിച്ച ആളുടെ ഒരു വ്യക്തിത്വം, ഐഡന്റിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം, എന്ത് കാരണം കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത്, എന്ത് കാരണമാണ്, കോസ് ഓഫ് ഡെത്ത്. ദെൻ ടൈം ഓഫ് ഡെത്ത്, മരിച്ചിട്ട് എത്ര സമയമായി, അല്ലെ മരിച്ച സമയം. നമ്മൾ ഇതിനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പറയില്ലേ, ഇപ്പൊ മരിച്ചിട്ട് ഒരു 3 മണിക്കൂറായി, മരിച്ചിട്ട് 6 മണിക്കൂറായി. അത് നമുക്ക് ആ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ, ഓട്ടോപ്സി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓട്ടോപ്സി ചെയ്ത് നോക്കുമ്പോ അറിയാം എത്ര സമയമായി ആ വ്യക്തി മരിച്ചിട്ടെന്നുള്ളത്. ടൈം ഓഫ് ഡെത്ത്. ഓക്കെ, ആ ടൈം മനസ്സിലാക്കാൻ. സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, എന്ത് സിറ്റുവേഷൻ ആണ്, ആ ഒരു സാഹചര്യം, മരിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം എന്താണ്, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്. പിന്നെ എക്സെട്ര, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത് എക്സെട്ര തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് ML ഓട്ടോപ്സിയുടെ ലക്ഷ്യം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ, മരിച്ച ആളുടെ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ഡെത്തിന്റെ കാരണം, ടൈം ഓഫ് ഡെത്ത്, മരിച്ച സമയം, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് ഈ ML ഓട്ടോപ്സി. ഈസ് ബെനിഫിറ്റിംഗ്, ഇത് ആർക്കാണ് ബെനിഫിറ്റ് ആവുന്ന, ബെനിഫിഷ്യൽ ആവുന്ന, ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് ടു സെറ്റിൽ ക്രൈം. ക്രൈംസ് ഒക്കെ, കുറ്റകൃത്യങ്ങളൊക്കെ നമുക്ക് തെളിയിക്കാനൊക്കെ ആയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഇത് പ്രയോജനപ്രദമാണ്, അവർക്ക് ബെനിഫിഷ്യൽ ആണ്. ഒത്തിരി സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ കേസിന്റെ ഭാഗമായിട്ട്. ഫോറൻസിക് എക്സ്പേർട്ട് താഴെ പറയുന്നുണ്ട് കേട്ടോ. ഫോറൻസിക് എക്സ്പേർട്ട് ആണ് ML ഓട്ടോപ്സി ചെയ്യുന്നത് കേട്ടോ. താഴെ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ നോട്ട് ചെയ്യാൻ പറയാം. അപ്പൊ ഇത്രയും നോക്കി വെക്കുക നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ML ഓട്ടോപ്സി ചെയ്യുന്നത്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ആ ഒരു വ്യക്തിത്വം, ആ മരിച്ച ആളുടെ വ്യക്തിത്വം നമുക്ക് തെളിയിക്കാനായിട്ട്. മരണകാരണം, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഇത് ആർക്കാ ബെനിഫിഷ്യൽ? ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ് ടു സെറ്റിൽ ക്രൈം. ക്രൈംസ് നമുക്ക് തീർപ്പാക്കാൻ, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്
ഈ ഓട്ടോപ്സി ചെയ്യാൻ പറ്റും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒത്തിരി സിനിമകളിൽ കണ്ടിട്ടില്ലേ, കേസിന്റെ ഭാഗമായിട്ട് കേസ് തെളിയിക്കാനായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ട് അതനുസരിച്ച് അവരുടെ അന്വേഷണത്തിന് അതൊരു വഴിത്തിരിവാണ് അല്ലേ. നമ്മളൊരു നമ്മൾ ചിലപ്പോ എന്താ മർഡർ ചെയ്യുന്നവര് ക്രൈം ചെയ്യുന്നവര് ചിലപ്പോ അവശേഷിപ്പിക്കുന്ന ഒരു ചെറിയൊരു തുമ്പായിരിക്കും അല്ലേ. അത് അത്ര ഇതായിട്ട് ചിലപ്പോ അവിടെ വല്ല മുടിയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ ക്രൈംസ് നമുക്ക് തെളിയിക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ, മരണത്തിന്റെ ആ സിറ്റുവേഷൻ എന്താണ്, ഇപ്പൊ വെള്ളത്തില് നമ്മൾ മുക്കിക്കൊന്നതാണോ അല്ലെ, അങ്ങനെയൊക്കെ നമുക്കപ്പോ എന്താ അവരുടെ ബോഡി നോക്കുമ്പോ അറിയാം നമുക്ക് വെള്ളം കുടിച്ച് മരിച്ചതാണോ, അവിടുത്തെ സാമ്പിള് അത് നോക്കാം. അപ്പൊ നമ്മുടെ സമീപത്ത് ആ സാമ്പിളുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ എവിടെ മരിച്ചതാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും, എവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്താ ക്രൈം തെളിയിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ആവശ്യമാണ്, അതാണ് അവിടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ML ഓട്ടോപ്സിയുടെ. താഴെ ഇവിടെ തന്നിട്ടുണ്ട് 5 പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ML ഓട്ടോപ്സി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ML ആണ് കേട്ടോ, അത് എല്ലാണ് ML ഓട്ടോപ്സി. ML ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താ, ഉദ്ദേശം എന്താ? To find out exact cause and manner of death. ഇതാണ് നമ്മള് മരണത്തിന്റെ എക്സാക്ട് കോസ്, യഥാർത്ഥ കാരണം, മരണത്തിന്റെ യഥാർത്ഥ കാരണം. പിന്നെ എങ്ങനെയാണ് അത് ഒരു രീതി, എങ്ങനെയാണ് ഏത് രീതിയിലാണ് മരിച്ചത് എന്നുള്ളത് അത് കണ്ടുപിടിക്കാൻ, യഥാർത്ഥ മരണകാരണവും ആ മരണത്തിന്റെ രീതിയും മനസ്സിലാക്കാൻ സഹായിക്കും. To find out exact cause and manner of death. ഏത് രീതിയിലാണ് മരിച്ചത് അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ. രണ്ടാമത്തെ, to establish identity of the deceased. ആ മരിച്ച വ്യക്തിയിലെ, ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട, ഡിസീസ്ഡ് പേഴ്സൺ മരണപ്പെട്ട വ്യക്തി, അവർക്കുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ, വ്യക്തിത്വം, ആ മരിച്ച ആളുടെ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. To establish identity of the deceased. Then മൂന്നാമത്തെ പോയിന്റ്, to find out time since the death. മരിച്ച ആ മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. കറക്റ്റ് ആയിട്ട് നമുക്കത് ഓട്ടോപ്സി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും മരണം സംഭവിച്ചിട്ട് എത്ര മണിക്കൂറായെന്ന്. അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് ഇത് ഫോറൻസിക് ക്രൈം ഒക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ ആവുമ്പോ നമുക്കറിയാം ഏകദേശം ഇപ്പൊ 3 മണിക്കൂറായി. അപ്പൊ ആ 3 മണിക്കൂറിനുള്ളില് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റി അവർക്ക് അന്വേഷണം ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണത്, മരണം സംഭവിച്ചിട്ട് എത്ര ടൈം ആയി എന്നുള്ളത്. ഓക്കെ, to find out the time since the death. മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി. To collect trace evidence. തെളിവുകൾ ശേഖരിക്കാൻ, യഥാർത്ഥ തെളിവുകൾ ശേഖരിക്കാൻ, കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ട്രേസ് ചെയ്യാൻ അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ ഓട്ടോപ്സി ചെയ്ത് കഴിയുമ്പോ ശ്വാസം മുട്ടി മരിച്ചതാണോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. വെള്ളത്തിന് ഇതായിട്ട് മുക്കി അല്ലെ അങ്ങനെ വന്നതാണോ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഏത് രീതിയിലാണ് മരിച്ചതെന്നുള്ളത്. അപ്പൊ ആ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Then അഞ്ചാമത്തെ, റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. കുറ്റകൃത്യം നടന്ന സ്ഥലമില്ലേ അതിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ ക്രൈം സീൻ, ക്രൈം നടന്ന സ്ഥലത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു പണ്ടത്തെ സിനിമയാണ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുള്ള സിസ്റ്റർ അഭയ എന്ന് പറഞ്ഞ സംഗീത സിസ്റ്റർ ആയിട്ടൊക്കെ ഉള്ളത്. എന്നിട്ട് അത് ഓർക്കണ്ട അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ പറയാ പല രീതികൾ കാണിക്കുന്നുണ്ട് ആ മരിക്കണേന്റെ. അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് റിപ്പോർട്ടിൽ ആ ഒരു പായലില്ലേ, പായലിന്റെ ഒരു അംശം കണ്ടു കഴിയുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് അന്വേഷണം പോയി, അത് അവിടുത്തെ ടാങ്കിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ അന്വേഷണം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സേതുരാമൻ CBI. ഓക്കെ, ശരി, അതിനകത്തും പറയുന്നുണ്ട് CBI യില്.
അപ്പൊ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ, അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ആ ക്രൈം സീൻ നമുക്ക് പുനരാവിഷ്കരിക്കാൻ വേണ്ടി. അപ്പൊ എവിടെ വെച്ചിട്ടാണ് മരിച്ചത്, അപ്പൊ അത് നമുക്ക് കുറെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. അതാണ് ആ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ ഒരു പുനരാവിഷ്കരണത്തിന് വേണ്ടിയിട്ട് റീ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റീ ഓർഗനൈസേഷൻ, പുനരാവിഷ്കരണം എന്ന് പറയാം കേട്ടോ. ആ ക്രൈം സീൻ, കുറ്റകൃത്യം നടന്ന സ്ഥലം, അത് പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ML ഓട്ടോപ്സി ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എന്താ ഫസ്റ്റ് പോയിന്റ്? എന്താ? യഥാർത്ഥ കാരണം, രീതിയും മനസ്സിലാക്കാൻ, എങ്ങനെയാണ് മരിച്ചത്, അതിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് മനസ്സിലാക്കാൻ. പിന്നെ ആ മരിച്ച ആളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് എത്ര സമയമായി, ഇതാണ് ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ദ ഡെത്ത്, മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് മനസ്സിലാക്കാൻ. ദെൻ to collect trace evidence, യഥാർത്ഥ എവിഡൻസ്, തെളിവുകള് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ആ ക്രൈം സീൻ, ആ കുറ്റകൃത്യം നടന്ന സ്ഥലം, അത് പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും. ഇത്രയും ആണ് ML ഓട്ടോപ്സിയുടെ പർപ്പസ്. ഇത് ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടുന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇത് ലാസ്റ്റ് സെക്ഷൻ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ. പർപ്പസ് ഒന്ന് നോക്കി വെച്ചേരെ അവിടെ. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെയും ML ഓട്ടോപ്സിയുടെയും പർപ്പസുകൾ അത് നോക്കാം. പിന്നെ അതിന്റെ ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അതിന്റെ എയിം എന്താന്നുള്ളത് ഇവിടെ പറഞ്ഞില്ലേ, അത് നോക്കി വെക്കണം. ഇനി അടുത്ത നോക്കിയേ, ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ഓട്ടോപ്സി ഈസ് സെയിം. അപ്പൊ അതിന്റെ പ്രൊസീജിയർ ഒക്കെ എന്താ, സെയിം ആണ്. രണ്ട് ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. അതിന്റെ നമ്മൾ ചെയ്യുന്ന രീതികളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശമാണ് രണ്ടെണ്ണം. ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ ഇതൊന്നും വേണ്ട, ഇങ്ങനെയുള്ളതിനൊന്നും അല്ല, ഡിസീസിനെ ബേസ് ചെയ്തിട്ടാണ്, എന്ത് രോഗമാണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ. ML ഓട്ടോപ്സി ആണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്നതിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. രണ്ടിന്റെ പ്രൊസീജിയർ എങ്ങനെയാ, സെയിം ആണ്. Even though the procedure of both the autopsy is സെയിം ആണ്. They dissimilar in some aspects. എന്നാൽ ചില വശങ്ങളിൽ എന്താ, അത് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ അതിന്റെ എയിം തന്നെ വ്യത്യാസമാണ് രണ്ടിന്റെയും. Usually the clinical autopsy is performed by pathologist. അത് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ആര് ചെയ്യുമെന്നാ പറഞ്ഞത്? പത്തോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. pathologist. Then ML autopsy is by forensic expert. എന്നാ ML autopsy നടത്തുന്ന performed by forensic expert. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി is performed by dash, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ആരാ ചെയ്യുന്നേ? ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നേ? പത്തോളജിസ്റ്റ്. ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആരാണ്? ഫോറൻസിക് എക്സ്പേർട്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓട്ടോപ്സി എന്ന് പറഞ്ഞ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷൻ നന്നായിട്ട് നോക്കി വെക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. എന്താ നമ്മള് ML ഓട്ടോപ്സി തന്നെയല്ലേ? അതെ അതെ, അങ്ങനെയും പറയാം. പിന്നെ അപ്പൊ നമുക്ക് ML ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫോറൻസിക് എക്സ്പേർട്ട് ആണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതാണ് നമ്മൾ ആ ഒരു എയിം എന്ന് പറയുന്നത്. ഓട്ടോപ്സിയുടെ അത് നമുക്ക് രണ്ട് ഡെഫിനിഷൻ നമുക്ക് പറയാം. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് എന്നുള്ളത് ചോദിച്ചാലും ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്, അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എക്സാമിന്റെ കാര്യം നിങ്ങൾക്കൊന്നും ആയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് പറയൂ എന്നത്തേക്ക് എക്സാം എന്നുള്ളത്. പോർഷൻസ് ഒക്കെ എല്ലാവർക്കും തീരാൻ പോകണേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ നമുക്ക്
അപ്പൊ ഓട്ടോപ്സി ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ. എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത് ആണ് ഓട്ടോപ്സി, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് എന്ന് പറഞ്ഞാലും ഓട്ടോപ്സി തന്നെയാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് പർപ്പസ് ആണ്. ക്ലിനിക്കൽ പർപ്പസിനും ചെയ്യുന്നുണ്ട്, മെഡിക്കോ ലീഗൽ പർപ്പസിനും ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ പർപ്പസിന് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, അവിടെ പത്തോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് പറയൂ കേട്ടോ, എക്സാമിന്റെ ഡീറ്റെയിൽ ഇവിടുന്ന് തരും എങ്ങനെയാന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ആ 2 മൊഡ്യൂളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സാം. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പറയൂ കേട്ടോ, എന്നാണ് എക്സാം, ഏതൊക്കെയാണെന്നുള്ളത് പറയും. ഏതാമോളെ പർപ്പസ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ഫസ്റ്റ് പറയാൻ പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക, അതിന് നമുക്ക് വലിയ തിരക്ക് പിടിച്ച് പോകണ്ട. ഇനി ഒരു ചാപ്റ്റർ കൂടി നമുക്കുള്ളൂ, അത് എളുപ്പമുള്ളതാണ് ലബോറട്ടറി. അപ്പൊ ഏകദേശം നമ്മുടെ പോർഷൻസ് കഴിയാറായിട്ടുണ്ട്. ഒരു ചാപ്റ്റർ കൂടിയാണ് ഉള്ളത്. ഇനി പിന്നെ പാരന്റ്സ് ആർക്കെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അതില് ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യും, അതങ്ങോട്ട് തീർക്കും. ഇപ്പൊ നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ലബോറട്ടറിയും കൂടിയാണ് എനിക്ക് തന്നേക്കുന്നത്. ഓരോ ടീച്ചേഴ്സിന് കുറച്ച് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും അതെ, അല്ലെങ്കിൽ ഒരാളെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുള്ളൂ. അത് നമുക്ക് ഇതാണ്. പിന്നെ ഇവിടെ നോക്കി, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ആരാ ചെയ്യുന്നത്? പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് അറിയപ്പെടുന്നുണ്ട്. പത്തോളജിസ്റ്റ് ആണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയാ? ഡയഗ്നോസ് ദ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ. ഇനി അതിന്റെ പർപ്പസ് ആണ് ഇവിടെ ചോദിച്ചത്. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ 2 ഇത് പറയുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആ ഡിസീസ് നേച്ചർ, സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ, ആ മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, അത് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പൊ മരണത്തിന് മുന്നുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും, ഹാവ് ഫെയിൽഡ് എന്നുണ്ടാവും. ആന്റി മോർട്ടം അറ്റംപ്റ്റ്സ് ഹാവ് ഫെയിൽഡ്, അതായത് മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച ആ രോഗം, അതിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ എന്താ നമ്മൾ അർത്ഥമാക്കണ്ടേ? എന്താ, നമുക്ക് മരണത്തിന് മുന്നേ കറക്റ്റ് ആയിട്ട് എന്താ കറക്റ്റ് ആ രോഗം എന്താന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, മരിച്ചതിന് ശേഷമാണ് നമുക്ക് എന്താ ഏത് രോഗമാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്, അതിന്റെ നേച്ചർ എന്താണെന്നൊക്കെ മനസ്സിലായത്. അതാണ് ഒന്നാമത്തെ പർപ്പസ്. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ മരിച്ച വ്യക്തി നമുക്ക് എന്താ ആള് മരിച്ചു, പക്ഷെ നമുക്ക് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഓട്ടോപ്സി ചെയ്തിട്ടാണ് പിന്നീടാണ് അത് ആ രോഗം എന്ത് രോഗമാണെന്നും അതിന്റെ നേച്ചർ എന്താണെന്നും കണ്ടുപിടിക്കുന്നത്. ആ ഒരു പർപ്പസിന് ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റിൽ അതാ പറയുന്നത്. മരണത്തിന് മുന്നേ നമുക്ക് രോഗം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, ആള് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം എന്താ, പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ നോക്കുകയാണ് എന്ത് രോഗമാണ്, എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരിച്ചത്, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്താണെന്ന് അതിനുശേഷം മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഓട്ടോപ്സി ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതൊരു പർപ്പസ്. രണ്ടാമത്തെ നോക്കിയേ, ആ ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ഡിസീസ്, ആ ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ, അതായത് കുറച്ചും കൂടി ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ. അതെന്താ? വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്, ആ ഡെത്തിലേക്ക് നയിച്ച രോഗത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട്. Even when the diagnosis have been established prior to death, അപ്പൊ മരണത്തിന് മുന്നേ എന്ത് രോഗമാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ആ ഡിഫറൻസ്. ഇവിടെ എന്താ, മരണത്തിന് മുന്നേ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ വ്യക്തി മരിച്ചുപോയി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ മരിച്ചതിന് ശേഷം ഓട്ടോപ്സി ചെയ്തിട്ട് കൂടുതൽ പഠിക്കാനാപ്പൻ. നമ്മള് എന്താണ് രോഗം എന്ന് ഓൾറെഡി നമുക്ക് അറിയായിരുന്നു, മരണത്തിന് മുന്നേ അറിയായിരുന്നു, രോഗം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ആ വ്യക്തി മരിച്ചുപോയി. മരിച്ചതിന് ശേഷം എന്താ, പിന്നെ നമ്മൾ വീണ്ടും ഓട്ടോപ്സി ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അതിന്റെ പത്തോളജി പഠിക്കാൻ, കൂടുതൽ നമ്മൾ ആ രോഗത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തിലും ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ? അത് 2 പറയുന്നത് ഓക്കെ ആണോ നോക്കിയേ? യെസ്, ഓക്കെ അല്ലേ?
പിന്നെ അതിനകത്ത് ML ഓട്ടോപ്സി ആണ്. അതിനെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാൻ വേണ്ടി, അല്ലെ? ആ മരിച്ച ആളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ, മരണത്തിന്റെ കാരണം മനസ്സിലാക്കാൻ, മരിച്ച സമയം മനസ്സിലാക്കാൻ, ആ സിറ്റുവേഷൻ എന്താണ്, മരിച്ച സിറ്റുവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ML ഓട്ടോപ്സി. ഇത് എന്തിനു വേണ്ടി സഹായിക്കും? ഫോറൻസിക് ഏജൻസികളെ, കേസ് അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഫോറൻസിക് ഏജൻസികളെ നമുക്ക് ആ ക്രൈം, ആ കുറ്റകൃത്യം നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട്, കറക്റ്റ് ആയിട്ട് നമുക്ക് അത് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ടു സെറ്റിൽ ദ ക്രൈം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോ എൻഫോഴ്സിംഗ് ഏജൻസിനെ അത് പ്രയോജനപ്രദമാണ് ML ഓട്ടോപ്സി. പിന്നെ അതിന്റെ പർപ്പസ് ആണ് 5 പോയിന്റ് പറഞ്ഞത്. അത് ക്ലിയർ ആണല്ലോ. എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്, മരിച്ച ആളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ, മരിച്ച സമയം, കറക്റ്റ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി, പിന്നെ നമുക്ക് ആ ക്രൈം സീന് ഒന്നുകൂടി പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞേക്കുന്നത് 2 പ്രൊസീജിയർ ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞു. പക്ഷെ ചില വർഷങ്ങളിൽ അത് 2 വ്യത്യാസമുണ്ട്. എന്താ മെയിൻ ആയിട്ട് എന്താ നമ്മൾ വ്യത്യാസം പറഞ്ഞേ? അതിന്റെ പർപ്പസ് തന്നെയാണ്. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഡിസീസിന്റെ ബേസ് ചെയ്തിട്ടാ. എന്നാ ML ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഏജൻസിന് കുറ്റകൃത്യം തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ 2 പ്രൊസീജിയർ സെയിം ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ, അത് ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആണ്. ML ഓട്ടോപ്സി ഫോറൻസിക് എക്സ്പേർട്ടുകളാണ് ചെയ്യുന്നത്. ആ ലാസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അത്രയും എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ക്ലാസ്സിലുള്ള എല്ലാവരും ഇത്രയും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇനി അടുത്ത ഒരു ചാപ്റ്റർ ലബോറട്ടറി ആണ് കേട്ടോ. ഞാനതൊന്ന് ഷെയർ ചെയ്ത് തരാം. ലാബിൽ പോവാറില്ലേ? ആരെങ്കിലും ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ടോ? സഫീറ എക്സ്റേ ഇതിലാണല്ലോ പറഞ്ഞ മോള്. സഫീറ എവിടെ വർക്ക് ചെയ്യാ? പോവാറുണ്ട്. പോവാറുണ്ട്, ലാബിൽ പോവാറുണ്ട്. ഓക്കെ. സഫീർ എവിടെയാ? റേഡിയോളജിയിലാണോ? എക്സ്റേയിലാണ് അല്ലെ? സൗമ്യ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ലാബിൽ ആരെങ്കിലും ഉണ്ടോ? ലാബ് ടെക്നീഷ്യനൊക്കെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ലാബിൽ പോയിട്ടുണ്ട് എല്ലാവരും അല്ലെ? എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ട്. എന്തിനാ നമ്മൾ ലാബിൽ പോണത്? ലബോറട്ടറിയിൽ എന്തിനാ പോണേ? ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു രോഗമൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്കൊരു ഇതുണ്ട്, ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും അസുഖമാണ്, നമുക്കപ്പോ ഡോക്ടർ പറയും എന്ത് ചെയ്യാം, അസുഖങ്ങൾ എന്താണെന്ന് അറിയാൻ. ശരിയാണ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡോക്ടർ നമ്മൾ ചെന്നുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഇത് പറയുമ്പോൾ ഡോക്ടർ എന്താ പറയാ, നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് ചിലപ്പോൾ പറയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറയും അല്ലെ? അപ്പൊ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിൽ എന്തൊക്കെയാണ് കുറവുള്ളത് അല്ലെങ്കിൽ എന്താണെന്നാണ് ആ രോഗം കറക്റ്റ് ആയിട്ട് ഡോക്ടറിന് മനസ്സിലാവണം, ആ റിപ്പോർട്ട് കിട്ടണം അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ വയറുവേദനയൊക്കെ അടിച്ചെന്നോ യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഡോക്ടർ പറയും യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയും അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്ത് അത് കൾച്ചർ ചെയ്യാൻ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ളതാ നോക്കി അത് കഴിയുമ്പോഴാണ്. അപ്പൊ അത് എന്തിനാ ശരിക്കും ഡോക്ടറിനെ എന്താ ആ ഡിസീസ് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യണേ അല്ലെ? നമുക്കും പേഷ്യൻസിനെ ക്ലിനിഷ്യനെ ഒക്കെ നമുക്കും ആ രോഗം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യണം. വെറുതെ നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ലബോറട്ടറിയിലാണ് എല്ലാവരും. പിന്നെ ഷുഗർ ഒക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യൂലേ, ഷുഗർ കൂടുതലാണോ കുറവാണോ, അപ്പൊ നോർമൽ ആക്കി നമ്മൾ നിർത്തണം. ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും, കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പറയും അല്ലെ? പുറവേദന അതൊക്കെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. അപ്പൊ അതിന്റെ നോർമല് നമുക്ക് ആവറേജ് എത്ര വരെ വരാം, അതിന്റെ നമുക്ക് ആ റേഞ്ച് നമുക്കത് ആ ലെവല് അല്ലെ, ഷുഗർ ലെവലൊക്കെ ആണെങ്കിലും ആ ലെവല് നമുക്ക് കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഷുഗർ ലെവൽ ഉണ്ട് എന്നൊക്കെ നോക്കുക. അപ്പൊ അതിന്റെ നമ്മൾ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ എന്തായാലും എന്തിനാ നമ്മുടെ ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യണത്? എന്തിനാ? കറക്റ്റ് ആയിട്ട് നമുക്ക്
ഈ രോഗം എന്താണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലബോറട്ടറിയിൽ നമ്മൾ ആശ്രയിക്കുന്നത്. എല്ലാവരും പോയിട്ടുണ്ടാവും, ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാത്തവരുണ്ടാവില്ല അല്ലെ? എന്തെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും അല്ലെ? നമ്മളിപ്പോ പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിലും നമ്മളെ ഇടയ്ക്ക് പോയി നമ്മൾ കുറിനൊക്കെ ആണെങ്കിലും നമ്മൾ കളിച്ചേരും. ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പ്രഗ്നന്റ് ആണോ എന്നൊക്കെ നേരെ കാർഡ് മേടിച്ച് പെട്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ യൂറിൻ തന്നെ നോക്കണ്ടേ? യൂറിൻ നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രഗ്നൻസി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അത് ജസ്റ്റ് ഇത് നോക്കി നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഓരോന്നും എന്താണ് ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലബോറട്ടറി സർവീസ് നമ്മൾ ലബോറട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കി എന്താ നമ്മൾ പറഞ്ഞത്? ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യന്റിന്റെയും ഹെൽത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാ? സാമ്പിള്, നമ്മൾ കൊടുക്കുന്ന സാമ്പിളാണ് അല്ലെ? ആ സാമ്പിള് പരിശോധിച്ചിട്ട് ആ സാമ്പിളുകൾ, ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, അല്ലെങ്കിൽ യൂറിൻ ആണെങ്കിൽ യൂറിൻ, നമുക്ക് അങ്ങനെ ആ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് നമ്മൾ ആ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് അല്ലെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഡിസീസ് എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പേഷ്യന്റിന്റെയും ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് സാമ്പിളുകള് പരിശോധിച്ചിട്ട് ആ സാമ്പിളുകളിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലം, അതാണ് ലബോറട്ടറി. ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കിയേ, മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. ചോദിക്കാം, മെഡിക്കൽ ലബോറട്ടറി is otherwise called or it is also known as ക്ലിനിക്കൽ ലബോറട്ടറി. ക്ലിനിക്കൽ ലബോറട്ടറി എന്നും അറിയപ്പെടും. എന്താണ്? is a place where tests are done. ടെസ്റ്റുകൾ നടത്തുന്ന ഒരു പ്ലേസ് ആണ്, അത് നമുക്കറിയാം അല്ലെ? എന്താണ്? is a place where tests are done. ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലമാണ്. ഓൾ ക്ലിനിക്കൽ സ്പെസിമെൻ. എങ്ങനെയാ ആ സ്പെസിമെൻസ് ഏതാ? നമ്മൾ ആ സാമ്പിള്, നമ്മൾ കൊടുക്കുന്ന സാമ്പിളില്ലേ, അത് നോക്കിയിട്ടാണ്, അതിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സാമ്പിളുകളിൽ സ്പെസിമെൻസ് സാമ്പിളിലാണ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്. എന്നിട്ട് എന്ത് കിട്ടുന്നു? ആ പേഷ്യന്റിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആ വിവരം നമുക്ക് അതിലൂടെ ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു. ടു ഹെൽപ്പ്, അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് അല്ലെ? രോഗനിർണയ ചികിത്സയിലും, എന്ത് രോഗമാണെന്ന് നിർണയിക്കാനുള്ള ചികിത്സയിലും, ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനും, രോഗങ്ങള് തടയുന്നതിനും, രോഗനിർണയ ചികിത്സയിലും പേഷ്യൻസിന് കറക്റ്റ് വിവരങ്ങള്, അതെങ്ങനെയാണ്? ആ ക്ലിനിക്കൽ സ്പെസിമെൻസ് ടെസ്റ്റ് ചെയ്ത് പേഷ്യൻസിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള കറക്റ്റ് വിവരങ്ങൾ നൽകുന്ന ഒരു പ്ലേസ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. Okay, to help the patients, help in diagnosis, treatment and prevention of disease. അത്രയും ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ആണത്. Medical laboratories differ in size and complexity and so provide different types of testing services. Full stop ഇട്ടിട്ട് അവിടെ. Medical laboratories differ in size. ഇപ്പൊ നിങ്ങൾ പോണ ലാബ് എല്ലാം ഒരേ വലുപ്പമുള്ള ലാബാണോ? ലബോറട്ടറി ആണോ? ചെറുതായിരിക്കും, ചെറുത് വലുതായിരിക്കും അല്ലെ? വ്യത്യസ്തമുണ്ട്. അതിന്റെ സൈസ് ഇത്ര സൈസ് ആവണം എന്നൊന്നും കറക്റ്റ് ഒന്നുമില്ല. അതിന്റെ വലുപ്പം വ്യത്യാസമായിരിക്കും. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർണത. കോംപ്ലക്സിറ്റി സങ്കീർണത ഫെസിലിറ്റി, അതിനുള്ള സൗകര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ലെ? ഫെസിലിറ്റിയിലും വ്യത്യാസമുണ്ട്, വലുപ്പത്തിലും വ്യത്യാസമുണ്ട് ലബോറട്ടറികളിൽ. മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ in size and complexity. വലുപ്പത്തിലും ആ സങ്കീർണതയിലും എന്ത് വ്യത്യാസമുണ്ട്. And so provide the different type of testing services. പലതരത്തിലുള്ള സേവനങ്ങൾ,
ടെസ്റ്റ് ചെയ്യുന്ന ആ സേവനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്, പലതരത്തിലുള്ള പരിശോധനാ രീതികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. പലതും ഇപ്പൊ നമുക്ക് ബ്ലഡ് നോക്കണമെങ്കിൽ ബ്ലഡ് നോക്കാം, യൂറിൻ നോക്കണമെങ്കിൽ യൂറിൻ നോക്കാം. അപ്പൊ അങ്ങനെ പല ടെസ്റ്റിംഗ് പരിശോധനാ സേവനങ്ങളും നമുക്ക് പല തരത്തിലുള്ളത്, ഒരുപോലെയല്ല, പല തരത്തിലുള്ള ടെസ്റ്റിംഗ് സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Medical laboratory is a part of laboratory that is equipped with the various biomechanical instruments, equipments, materials, and reagents for carrying out different laboratory investigation activities by using biological specimen. Bracket കൊടുത്തിട്ടുണ്ട് biological specimen എന്താണെന്ന്. അപ്പോൾ ബ്ലഡ്, മൊത്തം ബ്ലഡ്, സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് നോട്ട് ചെയ്തോ. സെറം, SCRUM, the clear liquid part of the blood. The clear liquid part of the blood. The clear liquid part of the blood that remains, REMAINS, after, ഒന്നുകൂടി പറയാമോ? ഓക്കെ, സെറ ആണ് കേട്ടോ. ഇത് പുതിയൊരു വേർഡാണ്, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തരുന്നതാണ്. സെറം എന്ന് പറഞ്ഞ the clear liquid, LIQUID, the clear liquid part of the blood, the clear liquid part of the blood that remains, REMAINS, remains after blood cells, രക്തകോശങ്ങൾ, after blood cells and clotting proteins, blood clot ആവാനുള്ള clotting proteins have been removed. അപ്പോ ഈ രക്തകോശങ്ങളും ഈ ക്ലോട്ടിംഗ് പ്രോട്ടീനും ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ബ്ലഡിലെ, അപ്പൊ അത് മാറ്റിയിട്ടുള്ള ബ്ലഡിലുള്ള ക്ലിയർ ലിക്വിഡ് ആണ് സെറം എന്ന് പറയുന്നത്. SCRUM, സെറം. The clear liquid part of the blood that remains after blood cells and the proteins have been removed. രക്തകോശങ്ങള് പ്രോട്ടീൻ ഒക്കെ മാറ്റിയിട്ടുള്ള ബ്ലഡിലെ ബാക്കി ഭാഗം, അതായത് ബാക്കിയുള്ള ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് പാർട്ട് ആണ് സെറം. പിന്നെ പ്ലാസ്മ അറിയാലോ, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. നമ്മള് ബ്ലഡ് ബാങ്കിൽ പഠിച്ചില്ലേ പ്ലാസ്മ എന്താന്ന്? ബ്ലഡിലെ ദ്രാവക ഭാഗം പ്ലാസ്മ ടെസ്റ്റ് ചെയ്യും. പിന്നെ യൂറിൻ, സ്റ്റൂൾ എന്താ? മലം, മൂത്രവും മലവും ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ബയോളജിക്കൽ സ്പെസിമെൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെയുള്ള സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? carry out different laboratory investigate activities. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. എന്താണ് അല്ലെ? ഇപ്പൊ ബ്ലഡ് നോക്കി, എന്നിട്ടാണ് പ്ലാസ്മ എന്താണോ ബ്ലഡിലെ നമ്മള് ദ്രാവക ഭാഗം, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, പ്ലാസ്മ. ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിനകത്താണ് രക്തകോശങ്ങളൊക്കെ കാണപ്പെടുന്നത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെക്ട് ചെയ്തത് കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പ്ലാസ്മ എന്താണ്, പ്ലാസ്മയുടെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ കാണപ്പെടുന്നത്. ദ്രാവക ഭാഗമാണ്.
ബ്ലഡിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. അപ്പൊ ഈ സ്പെസിമെൻസ് ഒക്കെ ബയോളജിക്കൽ സ്പെസിമെൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് പല എക്യുപ്മെന്റ്സുകളുടെയും സഹായത്തോടു കൂടി പല ഉപകരണങ്ങൾ അല്ലെ, മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, പിന്നെ സെൻട്രിഫ്യൂജ് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, അങ്ങനെ പല എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, ഇങ്ങനെ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിന്റെ സഹായത്തോടു കൂടി പിന്നെ നമ്മൾ കുറച്ച് റിയേജൻസ് ഉപയോഗിക്കും. റിയേജൻസ് എന്ന് വെച്ചാൽ എന്താ, കെമിക്കൽസ്. നമ്മൾ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിക്കണ്ടേ. ഇപ്പൊ നമ്മൾ യൂറിൻ എടുത്തു, എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും നമ്മൾ അത് ഇപ്പൊ ഓരോന്നും ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ അതിലേക്ക് റിയേജൻസ്, ഇൻഡിക്കേറ്റർ, ബെൻസീന്, എഥനോള്, മെഥനോള്, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അത് ലാബ് പഠിച്ചവർക്ക് അറിയാം എന്തൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റിന് ഉപയോഗിക്കണേന്ന്. അപ്പൊ നമ്മൾ ആ സ്പെസിമെൻ എടുത്തു, അതിലേക്ക് എന്തെങ്കിലും കെമിക്കൽസോ എന്തെങ്കിലും ആഡ് ചെയ്ത് അതിന്റെ അത് ഒരു എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും ഉപകരണങ്ങൾ ഇതുപോലെയുള്ളത്. ഇപ്പൊ നമുക്ക് എന്തായാലും എന്താ മൈക്രോസ്കോപ്പ് വേണമല്ലോ, അത് ആ സ്ലൈഡിൽ വെച്ചിട്ട് ബ്ലഡ് വെച്ച് ഇതുകൂടി അതിനകത്ത് റിയേജന്റ് കെമിക്കലും കൂടി ഉപയോഗിച്ച് കവർ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിൽ വെച്ചാ നോക്കുന്നത്. മൈക്രോസ്കോപ്പ് വേണം, ടെസ്റ്റ് ട്യൂബ് വേണം, ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഒഴിക്കാനായിട്ട് പിപ്പറ്റ്, ഇതെല്ലാം വേണം. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കുറെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ റിയേജൻസും അതിൽ ഉപയോഗിച്ച് പല എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ കൊടുക്കുന്ന സ്പെസിമെനിൽ നിന്ന് പല അത് അവര് ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റ് ആക്ടിവിറ്റീസ്, അതിൽ നിന്നാണ് അവര് കണ്ടുപിടിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത അപ്പൊ തന്നെ റിപ്പോർട്ട് നമുക്ക് തരൂല്ലേ. ഇപ്പൊ ബ്ലഡ് ആണെങ്കിലും കൊടുത്തു, ഷുഗറിന്റെ ലെവല്, അത് അവിടെ ഈ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി പല കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാണ്. അവരത് കണ്ടുപിടിക്കുകയാണ്, എന്താണെന്ന് അവര് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടുന്ന് റിസൾട്ട് നമുക്ക് തരിക ചെയ്യുന്നത്. carry out different laboratory investigate activity എന്തുകൊണ്ടാ, by using biological specimens. biological specimens ഉപയോഗിച്ചുകൊണ്ട്, അതൊക്കെ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ, ഇങ്ങനെയുള്ള സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാം ഈ എക്യുപ്മെന്റ്സുകളുടെ സഹായത്തോടു കൂടി റിയേജൻസ് ഉപയോഗിച്ചുകൊണ്ട് പല ഇൻവെസ്റ്റിഗേറ്റ് ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നു ലബോറട്ടറിയിൽ. ഓൾറെഡി നമുക്കറിയാം ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തും പറഞ്ഞാലും നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യണം. ആ റിസൾട്ട് വരുമ്പോഴാണ് ഇന്ന രോഗമാണ് ഇന്നതാണെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക ചെയ്യുന്നത്. പിന്നെ നോക്കിയതിനകത്ത് വരുന്നത്, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി ആർ പ്രൊവൈഡിംഗ് ഈസ് കസ്റ്റമേഴ്സ് എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ് എന്താ, അതിന്റെ കസ്റ്റമേഴ്സിന്, ഇപ്പൊ പേഷ്യന്റിന് നമുക്കും വിവരങ്ങൾ അറിയാൻ പറ്റും, ഫിസിഷ്യനും അല്ലെ, ഫിസിഷ്യനും ഇതിന്റെ ഹെൽപ്പോടുകൂടി അല്ലെ കറക്റ്റ് ആയിട്ട് രോഗം നിർണ്ണയിക്കുന്നത് അല്ലെ. ലാബിലോട്ട് കൊടുത്ത ടെസ്റ്റ് കിട്ടി ആ റിപ്പോർട്ട് നമ്മൾ ഡോക്ടറിനെ കാണിക്കുമ്പോഴാണ് ഡോക്ടർ കറക്റ്റ് രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് കസ്റ്റമേഴ്സിന്, അതാണ് പ്രാക്ടിക്കൽ ഫിസിഷ്യൻ ആൻഡ് പേഷ്യൻസ് എന്ന് കൊടുത്തേക്കുന്നത്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, ക്ലിനിക്കൽ ചികിത്സ പങ്കിടുന്ന നമുക്ക് യഥാർത്ഥ ഫലങ്ങള് നമുക്ക് തരുന്ന റിസൾട്ട് കിട്ടുകയാണ്. എക്സാക്ട് റിസൾട്ട് വിത്ത് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ക്ലിനിക്കൽ ചികിത്സ പങ്കിടുന്ന ഒരു കൃത്യമായിട്ടുള്ള ഫലങ്ങള് നൽകുന്നു. ഇതാണ് ആ ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മള് ആ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു, കറക്റ്റ് റിസൾട്ട് തരും അല്ലെ. ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് റിസൾട്ട് തരും. അപ്പൊ അത് നമ്മൾ ആ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡോക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് ഡോക്ടർ പിന്നെ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ആ റിസൾട്ട് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് എ ലാബ് സർവീസ് ആണ്. ഒരു കാര്യം, ഒരു 5 മിനിറ്റ് നിങ്ങൾ 2-3 മിനിറ്റ് ഇത്തിരി വെള്ളം നിങ്ങൾ കുടിച്ച് ഫ്രഷ് ആയിക്കോ. ഇന്ന് നെക്സ്റ്റ് നിങ്ങൾക്ക് ട്രീസ മാം ആയിരുന്നില്ലേ, മാം ഇന്ന് ലീവാണ്, മാമിന് വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി ഒരു 12 മണി വരെ, 11 കഴിഞ്ഞില്ലേ, 12 മണി വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാട്ടോ. ആ ഒരു പേജ് ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് നോട്ട് തന്നേ. അപ്പൊ ആ ഒരു പേജ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ഓരോന്നും എക്സാമിന് ചോദിക്കാറുണ്ട്, ഓരോ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഹെമറ്റോളജി, ഹിസ്റ്റോപതോളജി, സൈറ്റോളജി ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിടാം. അപ്പൊ നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് ഒന്ന് എടുത്ത് വെച്ചോ, നമുക്ക് ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അത്രയും അങ്ങോട്ട് എടുക്കാം കേട്ടോ. കുറച്ച് സമയം കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരെ ഞാനും ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഓക്കെ,
ഓക്കെ, എത്തി എല്ലാവരും? ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. എക്സാമിന് ഉണ്ടാവുന്ന ഒരു പോർഷൻ തന്നെയാണിത്. എളുപ്പമാണ്. ജസ്റ്റ് ഓരോ സെന്റൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസ്. ലാബ് സർവീസിന്റെ ഡിവിഷൻ, ഫങ്ഷണൽ ഡിവിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള സർവീസ് തരുന്നുണ്ട്. ഈ ലാബ് സർവീസിനെ നമുക്ക് 5 ഡിവിഷൻ, 5ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലാബ് സർവീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. 5 തരമായിട്ട് നമുക്ക് ലാബ് സർവീസ്, ലാബ് നൽകുന്ന സേവനങ്ങളെ നമുക്ക് 5 ടൈപ്പിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിന് ഫസ്റ്റ് ആണ് ക്ലിനിക്കൽ പത്തോളജി, രണ്ടാമത്തെ ക്ലിനിക്കൽ മൈക്രോബയോളജി, മൂന്നാമത്തെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ദെൻ നാലാമത്തെ യൂറിനാലിസിസ് എന്ന് വെച്ചാൽ മൂത്ര പരിശോധന, ദെൻ ബ്ലഡ് ബാങ്ക്. ഉണ്ടോ? അങ്ങനെ 5 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ആണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്തോളജി നമുക്കറിയാം ഡിസീസ് ആണ് അല്ലെ. ഡിസീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പത്തോളജി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ, ശരീരസ്രവങ്ങള്, ടിഷ്യൂ, ബ്ലഡ്, പിന്നെ സെൽസ്, സെറം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. രോഗനിർണയം നടത്തുന്നു, അതിന്റെ ലക്ഷണങ്ങള്, അതിന്റെ കാരണങ്ങള് എന്നിവയൊക്കെ മനസ്സിലാക്കുന്ന, എന്നിവയെ കുറിച്ച് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. എന്താ? ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ചിട്ട്, ശ്രദ്ധിക്കുക, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ചിട്ട്, ബ്ലഡ് ആവാം, അല്ലെങ്കിൽ നമ്മള് സെൽസ് ആവാം, ടിഷ്യൂസ് ആവാം, സെറാവാം, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് നമ്മൾ എന്താ ഡിസീസ് ഡയഗ്നോസ് ഒക്കെ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അതാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോട്ടോ, ക്ലിനിക്കൽ പത്തോളജി. ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ആണ് ലാബ് സർവീസിന്റെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഫസ്റ്റ് ഡിവിഷൻ ആണ് ക്ലിനിക്കൽ പത്തോളജി. മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക, ക്ലിനിക്കൽ പത്തോളജി. ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി. Clinical pathology. Clinical pathology is a medical specialty. Medical specialty. FPECIALTY. Medical specialty that involves 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 diagnosing disease. രോഗനിർണയം നടത്തുകയാണ്. Diagnosing disease through, എങ്ങനെയാ? Diagnosing disease through laboratory, LABORATORY, laboratory analysis of blood, laboratory analysis of blood, of body fluid, laboratory analysis of body fluids. ഓരോന്ന് എഴുതണ്ടല്ലോ ഇനി. Analysis of body fluids and tissues. Body fluids and tissues. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത് എന്നോട് ഞാൻ പറയാം. നോക്കിയേ, ക്ലിനിക്കൽ പത്തോളജി ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി
that involves diagnosing disease through laboratory analysis of body fluids and tissues. ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താ ക്ലിനിക്കൽ പതോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വെച്ചിട്ട് രോഗനിർണയം നടത്തുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ്. എന്താണ് രോഗം, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അത് എന്ത് വെച്ചിട്ടാ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് നമ്മൾ രോഗനിർണയം നടത്തുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, അതാണ് ക്ലിനിക്കൽ പതോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ അത്? ഇനി അതിനെ നമുക്ക് വീണ്ടും താഴെ നമുക്ക് 4 തിരിക്കാം. അതിനകത്ത് വരുന്നതാണ്. ഇനി ആ ബോക്സിലേക്ക് നോക്കി, നിങ്ങളൊന്ന് ബോക്സിലേക്ക് നോക്കി. അവിടെ വരുന്നതാണ് ഹെമറ്റോളജി വരുന്നുണ്ട്, ഹിസ്റ്റോപത്തോളജി വരുന്നുണ്ട്, സൈറ്റോളജി വരുന്നുണ്ട്, റുട്ടീൻ പതോളജി വരുന്നുണ്ട്. അപ്പൊ അതിന് വീണ്ടും അതിന്റെ താഴെ നിങ്ങൾ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ പതോളജിയിൽ എഴുതിയത് താഴെ ഏന്നോ അങ്ങനെ നമ്പറോ റോമൻ ലെറ്റർ എന്തെങ്കിലും ഇടുക. അതിന്റെ സബ് ബ്രാഞ്ച് ആണ് കേട്ടോ. ക്ലിനിക്കൽ പതോളജിയുടെ കീഴിൽ വരുന്നതാണ് ഫസ്റ്റ് ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് അല്ലെ, സ്റ്റഡി ഓഫ് ബ്ലഡ്. അപ്പൊ നമ്മുടെ ബ്ലഡ് ആണ് അവിടെ പരിശോധിക്കുന്നത്. ഹെമറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ അതായത് നമ്മുടെ ബ്ലഡ് ആണ് അവിടെ പരിശോധിക്കുന്നത്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സിൽ ഏതാ എടുക്കുന്ന? ഹെമറ്റോളജിയില് ബ്ലഡ് പരിശോധിച്ചിട്ട് രോഗനിർണയം നടത്തുന്നതാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഒറ്റ ലൈൻ അവിടെ എഴുതി വെച്ചോട്ടോ, ഹെമറ്റോളജി. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ, hematology, the branch of medicine involving involving study and treatment of the blood. Study and treatment of the blood. The branch of medicine involving study and treatment of the blood. Hematology. ഇനി രണ്ടാമത്തെയാണ് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. അതായത് അപ്പൊ നിങ്ങൾ അവിടെ വേണമെങ്കിൽ ബ്ലഡ് എന്ന് ഒന്ന് എഴുതി വെച്ചോട്ടോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഹെമറ്റോളജിയുടെ നേരെ ഒരു കുഞ്ഞു വര ഇട്ടിട്ട് അവിടെ ബ്ലഡ് എന്ന് എഴുതി വെച്ചു. അപ്പൊ ബ്ലഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ബ്ലഡ് നോക്കിയിട്ടാണ് അവിടെ നമ്മൾ എന്താണ് ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് ആ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് നമ്മുടെ ഹെമറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ പത്തോളജിയുടെ കീഴിൽ വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തെയാണ് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. അവിടെ ടിഷ്യൂസ് ആണ് നോക്കുന്നത്. ബോഡി ടിഷ്യൂസ് ശരീര കലകൾ, സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ്. അപ്പൊ നമ്മുടെ ടിഷ്യൂസ് നോക്കിയിട്ട് നമുക്ക് ആ രോഗനിർണയം നടത്തുന്ന ആ ഒരു സയൻസ് ആണ്, ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. അവിടെ എന്താ? ടിഷ്യൂസ് ആണ് എക്സാമിൻ ചെയ്യുന്നത്. ഒന്ന് എഴുതി വെച്ചാൽ അതിന്റെ നേരെ ടെക്സ്റ്റിൽ ആദ്യം എഴുതി വെക്കുക കേട്ടോ. ടിഷ്യൂസ് എന്ന് എഴുതി വെക്കാം. ടിഷ്യൂസ്, കലകള്, ശരീര കലകള്. അപ്പൊ അങ്ങനെ ടിഷ്യൂസ് പരിശോധിച്ചിട്ട് നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാം. ഹെമറ്റോളജിയിൽ എന്തായിരുന്നു? ബ്ലഡ് പരിശോധിച്ചിട്ട് നമ്മുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഹിസ്റ്റോപത്തോളജിയിൽ ടിഷ്യൂസ് ആണ് അവിടെ നോക്കുന്നത്. എഴുതി വെച്ചോ. ഹിസ്റ്റോപത്തോളജി is the technique of examining body tissues to make a diagnosis.
പറയാം കേട്ടോ. Histopathology is the technique of examining body tissues to make a diagnosis. The tissues ആണ്. ഏതൊക്കെയാ ആനിമൽ ടിഷ്യൂസ്? ഏതൊക്കെയാ? ഏതെങ്കിലും ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയോ? ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാ? ഒരു എക്സാമ്പിള്. ആനിമൽ ടിഷ്യൂ ഏതാ? മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്, എപ്പിത്തീലിയം ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അങ്ങനെ നമ്മുടെ ബോൺസ് ഉണ്ട്, കാർഡിയാക്, ഹൃദയത്തിന്റെ അവിടെയുള്ള കാർഡിയാക് മസിൽസ് ഉണ്ട്, മസിൽ ഉണ്ട്, നെർവ്, ഇതെല്ലാം നമ്മള് എന്താ പറയാ ടിഷ്യൂസ് ആണ്. നമ്മുടെ ആനിമൽ ടിഷ്യൂസ് ആണ്. പ്ലാന്റ് ടിഷ്യൂ പഠിച്ചിട്ടില്ലേ? പാരങ്കൈമ, കോളങ്കൈമ, സ്ക്രീൻകൈമ എന്നൊക്കെ പറയുന്ന ആനിമൽ പ്ലാന്റ് ടിഷ്യൂസ്. ഇപ്പൊ നമ്മള് ഇതിനകത്ത് പറയുന്നത് ഹിസ്റ്റോപത്തോളജിയിൽ എന്താ? നമ്മുടെ ഈ ടിഷ്യൂസ്, നെർവ്സ് ടിഷ്യൂ ആവാം, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ആവാം, മസ്കുലർ ടിഷ്യൂ ആവാം, അങ്ങനെ ഏതെങ്കിലും ആ ശരീര കലകള് ടിഷ്യൂസ് എന്താ പഠന വിധേയമാക്കി പരിശോധനിച്ചിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഡീറ്റെയിൽ എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ ചോദിക്കുന്ന ഡെഫിനിഷൻ അല്ലല്ലോ, ഡെഫിനിഷൻ അത് തരും. നിങ്ങൾ അത് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. മാറിപ്പോലോ, ഹെമറ്റോളജി ബ്ലഡിന്റെ കണ്ടെയ്നർ ഹെമറ്റോളജി എന്നറിയാലോ. അപ്പൊ അതുപോലെ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് പരിശോധിച്ചിട്ട് നമുക്ക് ഡിസീസ് അനാറ്റമിയിൽ പഠിക്കുന്നുണ്ട് അല്ലെ? അനാറ്റമിയിൽ പഠിക്കുന്നുണ്ട്. പ്ലാന്റ് ടിഷ്യൂ, ആനിമൽ ടിഷ്യൂ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ +2 ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, +2 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ ടിഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്റോപാത്തോളജിന്ന് എഴുതാലോ. അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടെക്സ്റ്റിലും കൂടി അതിന്റെ നേരെ ഒരു കുഞ്ഞു വരയിട്ടിട്ട് അവിടെ ടിഷ്യൂസ് എന്ന് എഴുതി വെക്കുക. ഇനി അടുത്തതാണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ സ്റ്റഡി ഓഫ് സെല്ല്. ഓക്കെ, സെല്ലിനെ കുറിച്ച് നമ്മുടെ കോശങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതായത് നമ്മുടെ സെൽസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എഴുതി വെച്ചോട്ടോ. അടുത്തതാണ് സൈറ്റോളജി. CYTOLOGY. Cytology. Cytology is the study of cells. Study of cells under a microscope to diagnose or screen for disease. Cytology is the study of cells under a microscope to diagnose or screen for disease. ഒന്നുകൂടി പറയാനാണോ? ഓക്കെ, സൈറ്റോളജി is the study of cells. സെൽ എന്ന് പറഞ്ഞാൽ കോശങ്ങള് cells under a microscope to diagnose or screen for disease. But disease എന്താണ്? For disease. For ആണ് കേട്ടോ. FOR. For disease. ഡിസീസിന് വേണ്ടിയിട്ട്, ഈ ഡിസീസ് എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പില് ഈ സെല്ല് വയ്ക്കും. ആനിമൽ സെല്ല്
നമ്മൾ സെല്ല് വെച്ചിട്ട് കോശങ്ങൾ വെച്ചിട്ട് അത് എക്സാമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഏത് രോഗമാണെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ്. ഏതാ ഒരു എക്സാമ്പിൾ ഒന്ന് പറയോ? നമ്മുടെ ആനിമൽ സെല്ല്, ഏതെങ്കിലും ഒരു സെല്ല് പറയോ? ഏതൊക്കെയാ? ബ്ലഡ് സെൽ ഉണ്ട്, നമുക്ക് രക്തകോശങ്ങളില്ലേ, ബ്ലഡ് സെൽസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, സ്കിൻ സെൽസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കോശങ്ങളാണ് എടുക്കുന്നത്. ഓക്കെ. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും, അതിനകത്ത് നമ്മൾ ആനിമൽ സെല്ലിലെ പല ഘടകങ്ങൾ, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, അത് ആ ഒരു സെല്ലിന്റെ ഭാഗം, ഒരു കോശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോശത്തിലെ ഭാഗങ്ങളാണ് അത്. മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, അങ്ങനെയുള്ള ലൈസോസോംസ്, അങ്ങനെയുള്ള ഓരോന്നുണ്ട്. സൈറ്റോപ്ലാസം, ഓക്കെ, ശരിയാണ്. ന്യൂക്ലിയസ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്, അതൊന്നും പഠിക്കണ്ട. അപ്പൊ എന്താ, ഇതൊന്ന് സെല്ലെന്ന് പറഞ്ഞാൽ എന്താ, കോശങ്ങളാണ്. സ്കിൻ സെല്ലുണ്ട്, നമുക്ക് നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെല്ലുണ്ട്, അങ്ങനെയുള്ളത്. അപ്പൊ ഈ കോശങ്ങള്, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അത് വന്നിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സൈറ്റോളജിയുടെ നേരെ എന്ത് എഴുതി വെക്കും അവിടെ? സെൽസ് എന്ന് എഴുതി വെക്കുക. സെല്ല്, CELLS, സെൽസ്. ഇത്രയും നോക്കിയാൽ മതി. ഡെഫിനിഷൻ ഒന്ന് നിങ്ങൾക്ക് തന്നൂന്നുള്ളൂ. ഇപ്പൊ നമ്മള് ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കല്ലേ, അതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എക്സാമിന് ഉള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം. ഓക്കെ. സൈറ്റോളജി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതെ അവിടെ സഫീറ ഇട്ട് കഴിഞ്ഞു. സൈറ്റോളജിയിൽ നമ്മൾ സൈറ്റോപതോളജി എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സൈറ്റോപതോളജി. അങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് മാറിപ്പോരുത്, അവിടെ ഒന്ന് എഴുതി വെച്ചോ. സൈറ്റോപതോളജിയുടെ നേരെ എഴുതിക്കോ, സൈറ്റോളജിയുടെ നേരെ എഴുതി വെച്ചോ. സൈറ്റോപതോളജി, CYTOPATHOLOGY. സൈറ്റോളജിനെ സൈറ്റോപതോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹെമറ്റോളജി എന്താ? ബ്ലഡ്. ബ്ലഡ് പരിശോധിച്ചിട്ട് രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഹിസ്റ്റോപതോളജിയിൽ എന്താ? അവിടെ ടിഷ്യൂസ് ആണ്, ശരീര കലകളാണ്. ടിഷ്യൂ വെച്ചിട്ട്, ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് ആ ടിഷ്യൂ എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. സൈറ്റോളജിയിലാണെങ്കിൽ എന്താ വെക്കുന്നത്? സെല്ലാണ്. ഓക്കെ, വെരി ഗുഡ്. ഇത് മൂന്ന് ക്ലിയർ ആയല്ലോ. നമ്മൾ സെല്ല്, നമ്മുടെ കോശങ്ങള്, നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും കോശങ്ങൾ എടുത്തിട്ട് എന്താ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്തത് അതിനകത്ത് ലാസ്റ്റ് വരുന്നതാണ് റുട്ടീൻ പതോളജി. റുട്ടീൻ പതോളജി, ROUTINE, റുട്ടീൻ പതോളജി. ഇതെന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ആണ്. റുട്ടീൻ പതോളജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ചെയ്യാൻ, രോഗനിർണയം നടത്താൻ വേണ്ടി ചെയ്യുന്ന പല തരത്തിലുള്ള ടെസ്റ്റുകളാണ്. അതിനകത്ത് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഇതൊക്കെ വരാം. അപ്പൊ നമ്മൾ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ്, എ സെറ്റ് ഓഫ് ടെസ്റ്റ്. അതാണ് പതോളജി എന്ന് പറയുന്നത്, റുട്ടീൻ പതോളജി എന്ന് പറയുന്നത്. എഴുതിക്കോ, എഴുതി വെച്ചോണ്ടാണ് റുട്ടീൻ പതോളജി. Routine pathology, routine pathology, routine pathology is a routine pathology is a set of test, ഒരു കൂട്ടം പരിശോധനയാണ് ടെസ്റ്റ്. TEST, ടെസ്റ്റ്. Routine pathology is a set, ഒരു കൂട്ടം എന്നാണ് കേട്ടോ, SET, set of test and procedures, test and procedures that help diagnose, and to treat, TREAT, treat disease. അപ്പൊ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? റുട്ടീൻ പതോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് ഏതൊക്കെ വരാം?
It includes ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. It includes blood test, urine test, etc. ഒരു കൂട്ടം ടെസ്റ്റുകൾ ആണ് റുട്ടീൻ പത്തോളജി എന്ന് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എക്സെട്ര അങ്ങനെ ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് റുട്ടീൻ പത്തോളജി. അപ്പൊ അവിടെ നമ്മൾ ഒന്നുകൂടി പറയാനാണ്. ഓക്കെ, പറയാലോ, എഴുതിക്കോ. റുട്ടീൻ പത്തോളജി is a set of tests and procedures. Set of tests and procedures that help diagnose and treat disease. Diagnose and treat disease. It includes അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? അതിനകത്ത് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയുടെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളായി പറഞ്ഞേക്കണം കേട്ടോ. അതിനകത്ത് വരുന്നത് ബ്ലഡ് ടെസ്റ്റുകൾ വരാം, യൂറിൻ ടെസ്റ്റ്, അങ്ങനെ ഒരു കൂട്ടം ടെസ്റ്റുകൾ അത്രയും നോക്കാം. എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ് റുട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് അതിനകത്ത് ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിൻ ടെസ്റ്റുകൾ, അങ്ങനെ ഒരു കൂട്ടം ടെസ്റ്റുകൾ എക്സെട്ര ഇതുപോലെയുള്ള ഒരു കൂട്ടം ടെസ്റ്റുകളാണ് റുട്ടീൻ പാത്തോളജിയിൽ വരുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി. അപ്പൊ നിങ്ങൾ അവിടെ സെറ്റ് ഓഫ് ടെസ്റ്റ് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ കേട്ടോ. സെറ്റ് ഓഫ് ടെസ്റ്റ് എന്നുള്ളത് അതെന്തിനു വേണ്ടിയാ? ഡയഗ്നോസ് ചെയ്യാം, ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റുട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അതിനകത്ത് ഫസ്റ്റത്തെ ക്ലിനിക്കൽ പാത്തോളജി എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡ് ആണ്. നമ്മള് ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് ബോഡി ഫ്ലൂയിഡ്സ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ക്ലിനിക്കൽ പാത്തോളജി പറഞ്ഞത്. അതിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സില് ബ്ലഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അതിനെ ഹെമറ്റോളജി എന്ന് പറയാം. ഹിസ്റ്റോപത്തോളജിയിലാണെങ്കിലോ അവിടെ ടിഷ്യൂസ് ആണ് എടുക്കുന്നത്. ടിഷ്യൂസ് ബോഡി ഫ്ലൂയിഡ്സിലെ ടിഷ്യൂസ് ആണ് എടുക്കുന്നത്. ടിഷ്യൂസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു. സൈറ്റോളജിയിൽ അവിടെ ഏതാണ്? സെല്ലാണ് എടുക്കുന്നത്, കോശങ്ങളാണ് എടുക്കുന്നത്. പിന്നെ റുട്ടീൻ പാത്തോളജി എന്ന് വെച്ചാൽ ഒരു കൂട്ടം ടെസ്റ്റുകളാണ്. ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാം. ചിലപ്പോൾ ഒരെണ്ണം മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു കൂട്ടം ടെസ്റ്റുകളായിരിക്കും. ഒരുമിച്ച് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ തരാം. ഒരു കൂട്ടം ടെസ്റ്റുകളെയാണ് നമ്മൾ ചെയ്യുന്നതിനെയാണ് രോഗനിർണയം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസീസ് എന്താണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ്. അതാണ് റുട്ടീൻ പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മതി. എന്നാ ബോറടിച്ചോ? എഴുതിയായിരുന്നു അത്ര ബോറടി ഒന്നില്ല അല്ലെ? ഇടയ്ക്ക് നോട്ട് എഴുതിക്കൊണ്ടിരുന്നായിരുന്നു. ഓക്കെ, ഇല്ല. എന്തായാലും അരമണിക്കൂർ നേരത്തെ നമുക്ക് ക്ലാസ്, ഇനി വേറെ ക്ലാസ് ഇല്ല കേട്ടോ. മിസ് ലീവ് ആയതുകൊണ്ട് ഞാൻ അരമണിക്കൂർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ്. എല്ലാവർക്കും സന്തോഷമല്ലേ? നോ ബോറിങ്. സന്തോഷമായില്ലേ? സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു അവർ ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? നേരത്തെ ക്ലാസ് കഴിയുമ്പോൾ ഒരു സന്തോഷമില്ല. അരമണിക്കൂർ കൂടി നമുക്ക് കിട്ടും അല്ലേ? ഇല്ലേ? അപ്പൊ അരമണിക്കൂർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ബാക്കിയുണ്ടാവും. അപ്പൊ അതൊക്കെ വേഗം ചെയ്ത് ചെന്ന് എല്ലാവരും ആ ജോലിയൊക്കെ തീർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സന്തോഷമായില്ലേ എല്ലാവർക്കും? അരമണിക്കൂർ നേരത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ കൂടുതൽ എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. എനിക്ക് എടുത്തേക്കുന്ന സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. ഇനി ആർക്കെങ്കിലും തീരാനുണ്ടെങ്കിൽ അതിനെ ഞാൻ ജോയിൻ ചെയ്യും കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞു. അതിപ്പോ നമുക്ക് അടുത്ത ആഴ്ചയിൽ 3 ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ആവും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഒരുപാട് അങ്ങനെ വാരി വലിച്ചെടുക്കണ്ട. എടുക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി ക്ലിയർ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഞാൻ തന്ന ഡെഫിനിഷൻ ഒന്നും ആരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. അത് നമ്മൾ ആ ഫസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചില്ലേ? ബ്ലഡ്, സ്റ്റഡി ഓഫ് ബ്ലഡ്, അങ്ങനെയുള്ളത് അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്കും അതൊന്ന് ഡെഫിനിഷൻ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി തന്നുള്ളൂ. എക്സാമിന് വേണ്ടിയിട്ട് ബൈഹാർട്ട് ചെയ്ത ഡെഫിനിഷൻ പഠിക്കേണ്ട. ഡെഫിനിഷൻ തരും അവിടെ.
എന്നിട്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതിനാണ് ഷോർട്ട് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കാൻ പറഞ്ഞു. ബ്ലഡ് എഴുതി, ടിഷ്യൂസ് എഴുതി, നമ്മൾ പിന്നീട് സെൽസ് എഴുതി, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ടെസ്റ്റ്. അത്രയും നോട്ട് ചെയ്ത് വെച്ചല്ലോ. നമ്മൾ അത് നിങ്ങളുടെ ബോക്സിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞിതാക്കി ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അത്രയും ഓക്കെ ആണെങ്കിൽ ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ക്ലിനിക്കൽ മൈക്രോബയോളജിയും ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയും ഒക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.